കഥ പറയൂ, കഥ പറയൂ, കഥ പറയൂ, കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ, ഇന്ന് പറയാൻ പോകുന്നത് ബഗ കുളീരക കഥ. സംസ്കൃതത്തില് ബഗം എന്ന് പറഞ്ഞാൽ കൊക്ക്, കുളീരകം എന്ന് പറഞ്ഞാല് ഞണ്ട്. പഞ്ചതന്ത്രത്തിലെ മിത്രഭേദം എന്ന തന്ത്രത്തിൽ ഉൾപ്പെട്ട ഈ കഥ കേവലം ഒരു പക്ഷിയുടെയും ഞണ്ടിന്റെയും കഥ മാത്രമല്ല, മറിച്ച് ബുദ്ധിശക്തി കൊണ്ടും മനക്കരുത്തുകൊണ്ടും ആപദ്ഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. നമുക്ക് കഥയിലേക്ക് പോവാം. പണ്ട് ഒരു ദേശത്ത് ധാരാളം മീനുകള്, തവള, ആമ തുടങ്ങിയിട്ടുള്ള ധാരാളം ജലജീവികൾ താമസിച്ചിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളമുണ്ടായിരുന്നു. ഈ കുളത്തിന്റെ അടുത്ത് മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു കൊക്ക്. ജനിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെ. ഈ കുളത്തിലെ മീനുകളെ തിന്നും ഒക്കെയാണ് കൊക്ക് ജീവിച്ചിരുന്നത്. കാലം കഴിയും തോറും എന്തുണ്ടായി? കൊക്കിന് പ്രായമായി. സ്വാഭാവികം അല്ലേ? പ്രായമായപ്പോ എന്ത് സംഭവിച്ചു? പണ്ടത്തെ പോലെ വേഗത്തില് മീനുകളെ പിടിക്കാനായിട്ട് അതിന് സാധിക്കണില്ല. എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും അവര് ചാടിപ്പോവും. എന്തായി? വിശപ്പ് അറിഞ്ഞു തുടങ്ങി. പല ദിവസങ്ങളിലും പട്ടിണിയായി. പ്രായമായി, പഴയതുപോലെ മീനുകളെയൊന്നും പിടിക്കാൻ പറ്റണില്ല. പക്ഷെ പട്ടിണി കിടക്കാനും വയ്യ. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്തയില് ഒരുപാട് ആലോചിച്ച് കൊക്കൊരു സൂത്രം കണ്ടുപിടിച്ചു. എന്തായിരുന്നു ആ സൂത്രം എന്നല്ലേ? കേട്ടോളൂ. അടുത്ത ദിവസം ഈ കൊക്ക് ആ കുളത്തിന്റെ കരയിൽ വന്നു. പക്ഷെ സാധാരണ പോലെയല്ല. സാധാരണ വന്നു കഴിഞ്ഞാൽ മീനുകളെ പിടിക്കാൻ നോക്കും, അങ്ങനെയൊക്കെയാണ്. ഇന്ന് പക്ഷെ അതൊന്നും ചെയ്യണില്ല എന്ന് മാത്രല്ല, ഈ മീനുകളെ ഒന്നും നോക്കുക പോലും ചെയ്യണില്ല. ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ, അതുപോലും ചെയ്യണില്ല. അവിടെ അങ്ങനെ അനങ്ങാതെ തലയും താഴ്ത്തി വളരെ സങ്കടഭാവത്തില് അങ്ങനെ നിന്നു. പക്ഷെ മീനുകള് ഇതൊക്കെ കണ്ടു എന്നുണ്ടെങ്കിലും അടുത്തേക്ക് പോകാനൊന്നും പോയില്ല. ചെന്ന് കഴിഞ്ഞ് പിടിച്ചു തരുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അടുത്ത ദിവസവും ഈ കൊക്ക് ഇതേപോലെ അവിടെ വന്നു, അനങ്ങാതെ വളരെ സങ്കടത്തില് അവിടെ നിന്നു. അന്നും മീനുകള് ഇതൊക്കെ ശ്രദ്ധിച്ചു. അടുത്ത ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോ ഇവരെല്ലാം തമ്മിൽ നോക്കി, എന്താ അത് പറ്റിയത്? ഇങ്ങനെയല്ലല്ലോ പതിവ്. അവര് പതുക്കെ ഈ കൊക്കിന്റെ അടുത്തേക്ക് വന്നു. അടുത്തെത്തിയിട്ട് പോലും ഈ കൊക്ക് ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഒന്നുമില്ല. അവരെ നോക്കണില്ല. എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണ്. എന്തോ വിഷമം പറ്റിയിട്ടുണ്ട്. ഈ കൂട്ടത്തില് കുറച്ച് ധൈര്യശാലികളായിട്ടുള്ള മീനുകൾ ഉണ്ടായിരുന്നു. അവര് കുറച്ചും കൂടി അടുത്തേക്ക് വന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഈ കൊക്കിന്റെ അടുത്ത് ചോദിച്ചു, കൊക്കമ്മാവാ, എന്താ പറ്റിയത്? 2-3 ദിവസമായി ഞങ്ങൾ ശ്രദ്ധിക്കണു. ഞങ്ങളെ ഒന്നും പിടിക്കാനും വരുന്നില്ല, ഞങ്ങളെ ഒന്ന് നോക്കുപോലും ചെയ്യണില്ല, എന്തു പറ്റി? അപ്പോ കൊക്ക് പതുക്കെ തല ഉയർത്തി എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനിയിപ്പൊ നിങ്ങളെ ഒന്നും പിടിച്ച് തിന്നാൻ ഉദ്ദേശിക്കണില്ല. അതെന്താ? എനിക്ക് വയസ്സായി, ഇനി സന്യസിക്കാം എന്നാണ് വിചാരിക്കണത്. അതുകൊണ്ട് മാംസാഹാരം ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇനി വല്ല ഇലയോ പൂവോ കായോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഇനിയുള്ള ജീവിതം കഴിച്ചു കൂട്ടാം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്തൊക്കെ വരാം, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കണില്ല എന്ന് പറഞ്ഞ് വീണ്ടും ദുഃഖഭാവത്തില് അവിടെ തലയും താഴ്ത്തി നിന്നു. അപ്പൊ അവര് വീണ്ടും ചോദിച്ചു, അത് മാത്രല്ലല്ലോ കാര്യം, അമ്മാവനെ കാണുമ്പോൾ നല്ല സങ്കടമുള്ളതുപോലെ തോന്നുന്നുണ്ട്, എന്താ പറ്റിയത്? ഞങ്ങളോട് പറയൂ. അപ്പോ കൊക്ക് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, സത്യത്തില് ഒരു കാര്യമുണ്ട്, പക്ഷെ അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊന്നും പറയണ്ട എന്ന് കരുതിയത്. പക്ഷെ നിങ്ങൾ അറിയാണ്ടിരുന്നാലും പ്രശ്നമാണ്. എന്ത് പ്രശ്നം? എല്ലാ മീനുകളും വേഗം ചുറ്റും കൂടി.
ഞാനേ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് 2 ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. ഏതോ ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചു അത്രേ, ഇവിടെ 12 വർഷത്തേക്ക് ഇനി മഴയൊന്നും പെയ്യാൻ പോണില്ല, ഇവിടത്തെ കുളവും പുഴകളും എല്ലാം വറ്റി വരണ്ട് ഇവിടെയുള്ള ജീവികളെല്ലാം ചത്തുപോകും, നശിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. മീനുകള് ഞെട്ടിപ്പോയി. ഒരു മുഖത്തോട് മുഖം നോക്കി, എന്തേ കേക്കണേ. അപ്പോൾ കൊക്ക് വീണ്ടും പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, എനിക്ക് ദൂരേക്ക് എവിടെയെങ്കിലും പറന്നുപോയി എൻ്റെ ജീവൻ രക്ഷിക്കാം. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. നമ്മള് ഈ ഒരു പരിസരത്താണ് ജനിച്ച് വളർന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. അതാണ് ഞാനിങ്ങനെ ഇരിക്കണത്. ഇത് കേട്ടതും സകല മീനുകളും ആകെ പേടിച്ചു പോയി, പരിഭ്രാന്തി നിറഞ്ഞു. എന്ത് ചെയ്യേണ്ടു എന്നുള്ളൊരു ചിന്ത വന്നു. കേട്ടവര് ഓടി വരികയാണ് ഈ കൊക്കിന്റെ അടുത്തേക്ക്. എല്ലാവരും തമ്മിൽ വലിയ ചർച്ചകളാണ്. എന്തു ചെയ്യും, നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ബാക്കി എല്ലാ ജീവികളെയും പോലെ എല്ലാ മീനുകൾക്ക് വെള്ളമില്ലാണ്ട് പറ്റില്ല. അവര് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള എന്താ ചെയ്യണ്ടേന്നൊരു പിടിയില്ല അവർക്ക്. അപ്പോ ഇവരുടെ ഈ പേടിയും പരിഭ്രമവും ഒക്കെ കണ്ട് കൊക്ക് ഉള്ളിൽ ചിരിക്കുക. എൻ്റെ ഈ ഒരു വിദ്യ ഫലിച്ചിരിക്കണു, അവരെന്നെ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ പുറത്തേക്ക് കാണിച്ചില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? അവര് തമ്മിൽ പറയാൻ. അപ്പോ കൊക്ക് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്താ വേഗം പറയൂ. ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് വലിയൊരു കുളമുണ്ട്, നിറയെ താമരകളും ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന വലിയൊരു കുളം. നമ്മുടെ ഈ കുളത്തിനേക്കാളും വളരെയധികം വലിപ്പമുണ്ട്, ധാരാളം ജലമുണ്ട്, ഒരിക്കലും വറ്റാത്ത കുളമാണത്. നിങ്ങളെ ഞാൻ വേണമെങ്കിൽ ആ കുളത്തിലേക്ക് കൊണ്ടുചെന്നാക്കാം, എന്നിട്ട് നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. കേട്ടത് പാതി കേൾക്കാത്ത പാതി സകല മീനുകളും ചാടിത്തുള്ളി മുമ്പിലേക്ക് വരികയാണ്. ഞാനാദ്യം എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട്. കൊക്ക് പറഞ്ഞു, അയ്യോ, ഒരുമിച്ച് നിങ്ങളെല്ലാവരും കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഓരോ ദിവസം കുറേശ്ശെ മീനുകളെയായിട്ട് ഞാൻ കൊണ്ടുപോവാം. അതുപോലെയും ചോദിക്കാം. മതി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊക്ക് ഈ മീനുകളെ കുറേശ്ശെയായി കൊക്കില് പിടിക്കും, എന്നിട്ട് അടുത്ത കുളത്തിലേക്ക് പറക്കും. അപ്പൊ ബാക്കിയുള്ള മീനുകളൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്, എൻ്റെ ഊഴം എപ്പോഴാണാവോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെയായിരുന്നു ചതി നടന്നത്. ഈ കൊക്ക് അവരെ കൊണ്ടുപോയത് കുളത്തിലേക്കല്ല, മറിച്ച് അവിടെ കുറച്ച് മാറിയിട്ട് ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ മീനുകളെയെല്ലാം കൊന്നു തിന്നു. അതിനുശേഷം തിരിച്ചു വരും, എന്നിട്ട് പറയും അവരവിടെ എത്തി, വലിയ സന്തോഷത്തിലാണ്, സുഖമായിട്ടാണ് അവരവിടെ ഇരിക്കണത്. അങ്ങനെ കൊക്കിന്റെ പട്ടിണി മാറി. സുഖസമൃദ്ധമായിട്ടാണല്ലോ ഭക്ഷണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഈ കുളത്തിലെ മീനുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേറൊരാൾ അവിടെ ഉണ്ടായിരുന്നു, ഒരു ഞണ്ട്. ഒരു ദിവസം ഞണ്ട് വന്നിട്ട് കൊക്കിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മാവാ, അതെന്താ അങ്ങ് ഈ മീനുകളെ മാത്രം രക്ഷിക്കണത്? ഞങ്ങളെ കൂടി ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു. കൊക്കിന് സന്തോഷായി. എല്ലാ ദിവസവും മീൻ മാത്രം കഴിച്ച് മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആഹാ, ഇന്ന് ഞണ്ട് തന്നെയാവട്ടെ ഭക്ഷണം. ഞണ്ടിനോട് പറഞ്ഞു, അതിനെന്താ, നിന്നെയും ഞാൻ രക്ഷിക്കാം, എൻ്റെ കൂടെ പോന്നോളൂ. പക്ഷെ ഈ ഞണ്ടിനെ മീനുകളെ പിടിക്കണ പോലെ അങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞണ്ട് പറഞ്ഞു, ഞാൻ അമ്മാവന്റെ കഴുത്തിൽ കയറി ഇരിക്കാം. ശരി എന്ന് പറഞ്ഞ് ഞണ്ട്
കഴുത്തിൽ കയറി കൊക്ക് ഞണ്ടിനെയും കൊണ്ട് പറക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പോയി ഞണ്ട് ചുറ്റും നോക്കി. ഈ പറഞ്ഞ പോലെയുള്ള ഒരു കുളമോ ഒന്നും കാണാനില്ല. ചോദിച്ചു, അമ്മാവനല്ലേ പറഞ്ഞത് ഇങ്ങനൊരു കുളമുണ്ട്, പക്ഷെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒന്നും കാണാനില്ലല്ലോ. കൊക്ക് ഒരൊറ്റ ചിരിയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കുളവുമില്ല, പുഴയുമില്ല. എന്റെ വിശപ്പ് മാറാനായി ഞാൻ കണ്ടെത്തിയ സൂത്രമാണത്. എല്ലാ ദിവസവും മീനിനെ കഴിച്ച് കഴിച്ച് എനിക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നിന്നെയാണ് ഞാൻ തിന്നാൻ പോകുന്നത്. ഇത് നിന്റെ അവസാന യാത്രയാണ്, ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവര് ആ പാറയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞണ്ടു നോക്കിയപ്പോ ഈ പാറപ്പുറത്ത് മീനുകളുടെ എല്ലുകൾ അവിടെ ഇവിടെയായിട്ട് ചിതറിക്കിടക്കുന്നു. എല്ലാ കാര്യങ്ങളും ഞണ്ടിന് മനസ്സിലായി. പക്ഷെ പേടിച്ചിട്ട് കാര്യമില്ല. പേടിച്ച എവിടെയാ പോയി ഒളിക്കുക, അല്ലെ? ഞണ്ട് എന്ത് ചെയ്തു? ഞണ്ടിന്റെ കൈകൾ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൊടില് പോലെ വളരെ മൂർച്ചയുള്ള കൈകളാണ്, അല്ലെ? അത് വെച്ചിട്ട് ഈ കൊക്കിന്റെ കഴുത്തിൽ അങ്ങോട്ട് ഇറുക്കി പിടിച്ചു. കൊക്ക് ശ്വാസം മുട്ടിയിട്ടും വേദന എടുത്തിട്ടും നിലവിളിക്കാൻ തുടങ്ങി. എന്നെ വിട്, എനിക്ക് വേദനിക്കണു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞണ്ട് ആ പിടുത്തം വിടാൻ തയ്യാറായില്ല. മുറുക്കി അവിടെ പിടിച്ചു. ആ കൊക്ക് താഴെ ചത്തു വീണു. അതിനുശേഷം ഞണ്ട് പതിയെ നടന്ന് തന്റെ കുളത്തിന്റെ അടുത്തെത്തി. ഞണ്ടിനെ അവിടെ കണ്ടതും മീനുകളൊക്കെ ഓടി വന്നു. എന്താ നീ തിരിച്ചു വന്നത്? എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഞണ്ട് അവരോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരെ, ആ കൊക്ക് നിങ്ങളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. ഇവിടെ ഒരു വരൾച്ചയും വരാൻ പോണില്ല. കൊക്ക് പറഞ്ഞതുപോലെ അവിടെ ഒരു താമരക്കുളവും ഇല്ല. ഇവിടുന്ന് പോയ നമ്മുടെ കൂട്ടുകാരെ എല്ലാം അവൻ കൊന്നു തിന്നു. എന്നിട്ട് ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും അവരോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു. മീനുകൾക്ക് കൂട്ടുകാരെ നഷ്ടപ്പെട്ട സങ്കടം അവർക്ക് സഹിക്കാൻ വയ്യ. എന്നാൽ അതോടൊപ്പം തന്നെ ഈ കൊക്കിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ആശ്വാസവും അവർക്ക് തോന്നി. അവരെല്ലാവരെയും രക്ഷിച്ച ഞണ്ടിനോട് അവര് നന്ദി പറഞ്ഞു. ശേഷം എല്ലാവരും വളരെ സുഖമായിട്ട് അവിടെ ജീവിച്ചു. എന്നാൽ അതേസമയം അമിതമായി ആഗ്രഹിച്ച ചതിയന് സ്വന്തം ജീവൻ തന്നെ നഷ്ടമായി. കുട്ടികളെ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം, കുറെ പേരെ എല്ലാ കാലവും പറ്റിക്കാം. എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. എത്ര സൂക്ഷ്മമായിട്ട് അഭിനയിച്ചാലും ഒരു ദിവസം ആ കള്ളത്തരം പുറത്തു വരും. ശത്രുവിന്റെ വാക്കുകൾ ചിന്തിക്കാതെ വിശ്വസിക്കുന്നത് ആപത്താണ്. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളില്, ആപത്തില് പരിഭ്രമിക്കാതെ ബുദ്ധിപൂർവം പ്രവർത്തിച്ചാല് ഏതു വലിയ ശത്രുവിനെയും തോൽപ്പിക്കാം. അങ്ങനെ ആപത്തിൽ മനസാന്നിധ്യം കൈവിടാത്തവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.